Hi dears, welcome to EduS B.Ed classes. I am Radhika. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ B.Ed കോഴ്സിലെ വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന ബുക്കിലെ ഫോർത്ത് യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഫോർത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിംഗ് കൾച്ചർ ഓഫ് പീസ്. എങ്ങനെയാണ് ഒരു കൾച്ചർ, പീസ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു കൾച്ചർ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്? അപ്പൊ നമുക്കറിയാം പീസ്ഫുൾ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇസെൻഷ്യൽ. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. സ്കൂളിൽ നമ്മൾ ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാളെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം പറയാം. The 20th century marked a shift toward non-violence after two world wars. നമുക്കറിയാം 20th century എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള ഒരു സെഞ്ചുറിയാണ്. 2 വേൾഡ് വാർസ് ഉണ്ടായിട്ടുള്ള സെഞ്ചുറിയാണ്. Previously social justice movements were often violent. നമുക്കറിയാം അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ് അല്ലെ, അതായത് സാമൂഹിക നീതി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ബിഫോർ ദിസ് 21st century. അപ്പൊ അതുകൊണ്ട് തന്നെ വയലൻസ് ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. വയലൻസ് പ്രൊമോട്ട്സ് എ കൾച്ചർ ഓഫ് വാർ, അഥോറിറ്റേറിയൻ, ഹൈറാർക്കിയൽ, എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലെ. അതുപോലെ തന്നെ വാർ അല്ലെ, വാറൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അഥോറിറ്റേറിയൻ, ദാറ്റ് ഈസ് മൊണാർക്കുകളൊക്കെയാണ് ഭരിച്ചിരുന്നത് അല്ലെ, ഒരു അതോറിറ്റിയാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ദേ വർ സപ്രസ്ഡ് ഡ്യൂ ടു ദെയർ റൂൾ. ദെൻ ഹൈറാർക്കിയൽ അല്ലെ, ഭയങ്കര തട്ടായിട്ടാണ് സൊസൈറ്റി ഉണ്ടായിരുന്നത്. Dominant persons are there in the society. Then exploitative, the upper class people are exploiting the lower class people. So this was the system which were prevalent during the 20th century. Non-violence as shown by Gandhi and Martin Luther King is a sustainable path to peace. നമുക്കറിയാം ഗാന്ധിജി അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ ഒരു നോൺ വയലൻസിന്റെ പാതയാണ് പിന്തുടർന്നിരുന്നത് അല്ലെ, അഹിംസയുടെ പാതയാണ് പിന്തുടർന്നിരുന്നത്. അത് വളരെയധികം ഇഫക്റ്റീവ് ആയിരുന്നു. നമുക്കറിയാം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ത്യയെ തന്നെ മാതൃകയായിട്ടാണ് ലോകം കാണുന്നത് ഈ നോൺ വയലൻസിന്റെ കാര്യത്തിൽ. അപ്പോൾ കാരണം ഒരു സമൂഹം നിലനിന്ന് പോകണമെങ്കിൽ നോൺ വയലൻസ് ഈസ് ഇസെൻഷ്യൽ, ഓർ അഹിംസ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഷുഡ് ബി ദെയർ. Striving for peace involves dialogue, negotiation and persistent advocacy. നമുക്കറിയാം ഈ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ എല്ലാവരും എന്താണ് പീസ്ഫുൾ ആയിട്ട് മാറുമൊന്നുമില്ല, അഹിംസാലുക്കളായിട്ട് മാറുമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യത്തെ അല്ലെ പെർസിസ്റ്റന്റ് അഡ്വോക്കസി വേണം. ഒരുപാട് നാളത്തെ എന്താ പറയാ പ്രയത്ന ഫലമായിട്ടാണ് ഒരു സമൂഹത്തിന് അഹിംസയുടെ പാത പിന്തുടരാൻ പറ്റുകയുള്ളൂ. Then emergence of the concept of culture of peace. Okay. UNESCO initiated discussions on a culture of peace in 1989. അല്ലെ, യുനെസ്കോ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ഒരു കൾച്ചർ ഓഫ് പീസ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ലോകത്ത്. അത് 1989 ഈ ഒരു ഇനീസിയേഷൻ യുനെസ്കോ എടുത്തത്. The concept formally evolved in the 1990s through UN resolutions. 1990 UN റെസൊല്യൂഷൻ ആയിട്ട് അല്ലെ, യുഎന്റെ തീരുമാനമായിട്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ വന്നു അല്ലെ. അതിന്റെ ഒരു തീരുമാനമായി നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചാൽ പീസ്ഫുൾ കൾച്ചർ. The year 2000 was declared the International Year of the Culture of Peace. പിന്നെ 2000 UN ഡിക്ലെയർ ചെയ്തത് എങ്ങനെയാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ കൾച്ചർ ഓഫ് പീസ്. 2001 to 2010 was designated as the decade for a culture of peace and non-violence. Okay. ഈ 10 വർഷത്തെ കാലയളവ് 2001 to 2010 എങ്ങനെയാണ് പറഞ്ഞത്? ഡിക്കേഡ് ഫോർ എ കൾച്ചർ ഓഫ് പീസ് ആൻഡ് നോൺ വയലൻസ് അല്ലെ. അതായത് എന്താണ് സമാധാനത്തിന്റെയും നോൺ വയലൻസിന്റെയും ഒരു കൾച്ചർ എന്നുള്ളതാണ് ഈ 10 വർഷക്കാലം. ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ 20 years ആണ്, ബട്ട് ഹിയർ ഇറ്റ്സ് ഓൺലി 10 years മെൻഷൻഡ് ഹിയർ. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ ആ രീതിയിലാണ് അവർ വിശേഷിപ്പിച്ചത്. UN resolution, okay, A/53/243, this is the number, outlined 8 action areas for promoting peace. അപ്പൊ നമുക്കറിയാം UN എപ്പോഴും അല്ലെ, യുഎന്നിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? മെയിൻറ്റെയിനിങ് പീസ് എമംഗ് countries in the world. Meaning of culture of peace, a holistic alternative to war and violence. നമുക്കറിയാം പീസ് അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ അഹിംസ എന്നുള്ളത് വാറിനും വയലൻസിനും ഉള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ്, ഒരു മറുമാർഗമാണ്.
ഫോക്കസസ് ഓൺ എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ എഡ്യൂക്കേഷനെയും ഡെവലപ്മെന്റിനെയും ഹ്യൂമൻ റൈറ്റ്സിനെയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പീസ് എന്നുള്ള ആശയം കൊണ്ടുവന്നത്. അതായത് ഇതൊക്കെ ഉണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടുള്ള ഡെവലപ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, എല്ലാവർക്കും മനുഷ്യാവകാശം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ there is peace and no violence will be there. Stresses equality, democratic participation and tolerance. ഈ പീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൾച്ചർ ഓഫ് പീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ ഇക്വാലിറ്റിയിൽ ഊന്നിയുള്ളതാണ്. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ അല്ലെ, എല്ലാ ജനങ്ങൾക്കും ഡെമോക്രസിയിൽ ഈക്വൽ ആയിട്ടുള്ള റോളുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സമൂഹ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലും അല്ലെങ്കിൽ ഭരണത്തിലും ഒക്കെ ഈക്വാലിറ്റി അല്ലെ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ആൻഡ് ടോളറൻസ്, പിന്നെ സഹനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഇപ്പൊ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്താണോ തോന്നുന്നുണ്ട് ഗാന്ധിജി, ഒരു കവിള് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ടോളറൻസ്. Then promotes freedom of information and disarmament. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ, എല്ലാവർക്കും വിവരാവകാശമുണ്ട് അല്ലെ, കാര്യങ്ങൾ അറിയാനുള്ള അവകാശം, എഡ്യൂക്കേഷനുള്ള അവകാശം. ഡിസ്ആർമമെന്റ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ള ആയുധങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കണം. ദാറ്റ് ഇസ് ഡിസ്ആർമമെന്റ്. ആയുധങ്ങൾ എന്തിനാണ്? ഫോർ വയലൻസ് അല്ലെ, ആളുകളെ കൊല്ലാനാണ്. പക്ഷെ നമ്മുടെ പോളിസി എന്ന് പറയുന്നത് എന്താണ്? അഹിംസയാണ്. സോ ഡിസ്ആർമമെന്റ് ഈസ് വെരി ഇസെൻഷ്യൽ. Integrates all aspects into one coherent peace-based approach. അല്ലെ, അപ്പോ ഇതെല്ലാം എങ്ങനെയാണ്? ഇതിനെല്ലാം മാറ്റം വരണം, എന്നിട്ട് എല്ലാതും ഒരു പീസ് ബേസ്ഡ് അപ്രോച്ച് അല്ലെ, സമാധാനമായിരിക്കണം എല്ലാറ്റിന്റെയും. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ എൻഡ് ഓർ എയിം എന്ന് പറയുന്നത് പീസ്, സമാധാനമായിരിക്കണം. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ഓഫ് പീസ്. Educators merged peace education elements under culture of peace. അപ്പോ എഡ്യൂക്കേറ്റേഴ്സ് എങ്ങനെയാണ് ഈ പീസ് എഡ്യൂക്കേഷൻ പറയുന്നത്? കൾച്ചർ ഓഫ് പീസ്, നമ്മൾ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ത്രൂ എഡ്യൂക്കേഷൻ. Emphasizes reducing violence and transforming mindsets. അതിനുവേണ്ടി നമ്മൾ വയലൻസ് ഇല്ലാതെയാക്കണം, മാത്രമല്ല ആളുകളുടെ മനോഭാവം തന്നെ മാറ്റിയെടുക്കണം. അതായത് വയലൻസിലേക്കുള്ള ആ ഒരു ചായ്വ് അത് നമ്മൾ ഇല്ലാതെയാക്കണം കുട്ടികളിൽ. പ്രൊമോട്ട്സ് ഹ്യൂമൻ സെക്യൂരിറ്റി ഓവർ നാഷണൽ സെക്യൂരിറ്റി. അതുപോലെ തന്നെ ഒരു നാഷണൽ സെക്യൂരിറ്റിയെക്കാളും രാജ്യസുരക്ഷയെക്കാളും ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യ സുരക്ഷ. ഓരോ രാജ്യത്തും ഓരോ മനുഷ്യനും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ, അല്ലാതെ രാജ്യങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ആർമിയൊക്കെ എന്തിനാണ്? ഫോർ പ്രൊട്ടക്ടിങ് അവർ നേഷൻ. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ഓരോ മനുഷ്യനും ഇവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ, ഓരോ മനുഷ്യനും ഇവിടെ സമാധാനമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത്. Replaces wealth and power focus with inclusiveness and integrity. So വെൽത്തും പവറും അതൊക്കെ മാറി ഇൻക്ലൂസീവ്നെസ് ആൻഡ് ഇന്റഗ്രിറ്റി അല്ലെ, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. എവിഷൻസ് ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്ററി ആണ്, അതായത് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇൻ ദ പ്രോസസ് ഓഫ് റൂളിംഗ്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് UN മനസ്സിൽ കാണുന്നത് ഫോർ ക്രിയേറ്റിംഗ് കൾച്ചർ ഓഫ് പീസ് എന്നുള്ളത് കൊണ്ട്. എൻകറേജസ് എത്തിക്കൽ ഗവേണൻസ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ്. അതുപോലെ തന്നെ എത്തിക്കൽ ഗവേണൻസ്, ഭരണം എന്ന് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി എത്തിക്കൽ. ദെൻ സപ്പോർട്ട്സ് എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഇക്കണോമി ആൻഡ് വെൽഫെയർ സിസ്റ്റംസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യണം, ഇക്കണോമി അല്ലെ, സാമ്പത്തിക കാര്യങ്ങൾ, അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ആൻഡ് വെൽഫെയർ സിസ്റ്റം. അതുപോലെ തന്നെ അതിൽ ഒരുപാട് വെൽഫെയർ സിസ്റ്റം, മനുഷ്യർക്ക് നന്മ ഉണ്ടാക്കുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, എന്നാലൊക്കെയാണ് പീസ് ഉണ്ടാവുള്ളൂ. വാല്യൂസ് കമ്മ്യൂണിറ്റി, നേച്ചർ ആൻഡ് ഇന്റർഡിപെൻഡൻസ്. സമൂഹത്തിനെയും പ്രകൃതിയെയും അതുപോലെ ഇന്റർഡിപെൻഡൻസ്, ഇതെല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ് അല്ലെ, പരസ്പര ആശ്രിതമാണ്. അതായത് മനുഷ്യനില്ലെങ്കിൽ ഭൂമിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർഡിപെൻഡൻസ് ഈസ് ദെയർ. സോ അതുപോലെ എല്ലാ മനുഷ്യന്മാർക്കിടയിലും ഒരു ഇന്റർഡിപെൻഡൻസ് ഉണ്ട്.
അപ്പൊ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഇന്റർഡിപെൻഡൻസിനെ പറ്റിയിട്ട് ബോധവാന്മാരാക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ മൂല്യം നമുക്ക് മനസ്സിലാവുന്നു. അതോടെ തന്നെ നമ്മൾ വി വിൽ വർക്ക് ഫോർ പീസ്. മീഡിയ, സ്പോർട്സ് ആൻഡ് റിലേഷൻഷിപ്സ് റിഫ്ലക്ട് പീസ് ബേസ്ഡ് വാല്യൂസ്. ഇനി അതുപോലെ തന്നെ മീഡിയ, സ്പോർട്സ് അവരൊക്കെ എന്താ ചെയ്യുന്നത്? പീസ് ബേസ്ഡ് വാല്യൂസ് ആണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഹൈലൈറ്റ്സ് അക്കൗണ്ടബിലിറ്റി, എംപവർമെന്റ് ആൻഡ് ഗ്ലോബൽ കോപ്പറേഷൻ. അതുപോലെ ഈ പീസ് കൾച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശ്വസനീയത, എംപവർമെന്റ്. ദാറ്റ് ഇസ് ത്രൂ പീസ് ഓർ ത്രൂ അഹിംസ വി ഹാവ് ടു എംപവർ അവർസെൽസ്. ആൻഡ് ഗ്ലോബൽ കോപ്പറേഷൻ. ഗ്ലോബൽ കോപ്പറേഷൻ അതായത് നമുക്ക് യുദ്ധം വേണ്ട എന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് എന്താ പറയാ ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കാൻ പറ്റും. ദെൻ intercultural dialogue and empathy are key components. Like intercultural dialogue, intercultural conversations and empathy towards the poor are the key components of creating a culture of peace. Respects human rights and promotes equity and justice. അതായത് മനുഷ്യാവകാശം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ ഇക്വാലിറ്റിയും ജസ്റ്റിസും ഉണ്ടാകുന്നു. അല്ലെ, നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കിടയിലും ഒരു ഇക്വാലിറ്റി ഒക്കെ ഉണ്ടാവും. എൻകറേജസ് ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ, ഒരു മനസ്സിലാക്കൽ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും യുദ്ധം കൊണ്ടൊന്നും ആരും ഒന്നും നേടിയിട്ടില്ല എന്നുള്ള കാര്യം. സോ എ കൈൻഡ് ഓഫ് നോൺ വയലൻസ് വിൽ ബി തയ്യാർ. Non-violence, solidarity and tolerance are foundational. Non-violence, അഹിംസ, സോളിഡാരിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഹാർമണി ആൻഡ് സഹനം, അല്ലെ, ഇതൊക്കെയാണ് ഫൗണ്ടേഷൻസ്, അടിത്തറ അല്ലെങ്കിൽ തറക്കല്ലുകൾ, അല്ലെ, ഫൗണ്ടേഷൻ സ്റ്റോൺസ് ടു ക്രിയേറ്റ് കൾച്ചർ ഓഫ് പീസ്. പ്രൊമോട്ട്സ് വാല്യൂസ് ദാറ്റ് സസ്റ്റെയിൻ പീസ്ഫുൾ സൊസൈറ്റീസ്. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റൽ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ വാല്യൂ അധിഷ്ഠിതമായിട്ടുള്ള, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. മീനിങ് ഓഫ് നോൺ വയലൻസ്. ഇപ്പൊ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഈ നോൺ വയലൻസ്, അല്ലെ, പണ്ട് ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് അഹിംസ എന്ന് പറഞ്ഞിട്ട്. എന്താണ് അതിന്റെ മീനിങ്? റിജക്ട്സ് ഫിസിക്കൽ വയലൻസ് ഫോർ അച്ചീവിങ് ചേഞ്ച്. അതായത് എന്തെങ്കിലും മാറ്റം വേണം, ഒരു റെവല്യൂഷൻ വേണം എന്ന് വിചാരിച്ചിട്ട് ഫിസിക്കൽ വയലൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഒരാളെ കൊല്ലുക, അടിക്കുക, അതൊക്കെ എന്താണ്? വയലൻസ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ വയലൻസ്. റിപ്രസെന്റ്സ് എ പ്രിൻസിപ്പൽ ലൈഫ് സ്റ്റൈൽ ഓർ പ്രൊട്ടസ്റ്റ് സ്ട്രാറ്റജി. അതുപോലെ ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ് നോൺ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗാന്ധിയൻ അഹിംസ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കമ്പൈൻസ് ഫിലോസഫി ആൻഡ് സിവിൽ റെസിസ്റ്റൻസ്, അല്ലെ. സിവിൽ റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതായത് ഒരു നിസ്സഹകരണ പ്രസ്ഥാനം. നോൺ വയലൻസിലൂടെ എല്ലാം നിസ്സഹകരിക്കുക. അപ്പൊ അവര് ഉപ്പ് സത്യാഗ്രഹമൊക്കെ തുടങ്ങിയത് ആദ്യം തന്നെ, അല്ലെ. ഉപ്പ് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന ഉപ്പ് ഞങ്ങൾ വാങ്ങില്ല എന്ന് പറയാം, ഞങ്ങൾ വാങ്ങില്ല. ഓക്കെ, ഞങ്ങളെ തുണി അവർ തുണി ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് തരുമ്പോൾ നമ്മൾ ആ തുണി ഉടുക്കില്ല, ഞങ്ങൾ നൂല് കൊണ്ടും ഞങ്ങൾ നെയ്ത വസ്ത്രം, അല്ലെ, ഞങ്ങൾ എടുക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെ അങ്ങനെ മാനസികമായിട്ട്, അതായത് ഒരിക്കലും അതൊരു വയലൻസ് അല്ല, പക്ഷെ ഒരിക്കലും അതൊരു സപ്പോർട്ടിങ്ങും അല്ല അവരുടെ അടുത്ത്. നോൺ വയലൻസിലൂടെയുള്ള ഒരു തരം സിവിൽ റെസിസ്റ്റൻസ് ആണ് ഗാന്ധിജി അഹിംസയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീക്സ് ആക്റ്റീവ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് വിത്തൗട്ട് വയലൻസ്. ഇൻജസ്റ്റിസിനെതിരെ, അനീതിക്കെതിരെ വയലൻസ് ഇല്ലാതെയുള്ള ഒരു പോരാട്ടമാണ് നോൺ വയലൻസ്. മെത്തേഡ്സ് ഇൻക്ലൂഡ് സിറ്റ്സ് ഇൻസ്, ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് ഡിസൊബീഡിയൻസ്, അല്ലെ. അതായത് സിറ്റ് ഇൻസ് പറഞ്ഞു വെച്ചാൽ സത്യാഗ്രഹം ഇരിക്കുക, ഓക്കെ, ഡിമോൺസ്ട്രേഷൻസ് ജാഥകളൊക്കെ നടത്തുക, ആൻഡ് ഡിസൊബീഡിയൻസ് നിസ്സഹകരണം. ഇതൊക്കെ നോൺ വയലൻസ് മെത്തേഡിലൂടെയാണ് ഗാന്ധിജി ഒക്കെ പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് നോൺ വയലൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻ സ്ട്രാറ്റജി, അല്ലെ. ഒരു കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ആണ്, മറ്റുള്ളവരെയും നമ്മൾ കെയർ ചെയ്യാണ്. ദാറ്റ് ഇസ് വൈ വി ആർ നോട്ട് അറ്റ് ഓൾ ഹാവിംഗ് ദം. ആൻഡ് ഇറ്റ് ഈസ് എ ആക്ഷൻ, ഒരു സ്ട്രാറ്റജിയാണ്, നമ്മുടെ ഒരു രീതിയാണ് അത്. ജീൻ ഷാർപ്പ് ഈസ് ടെല്ലിംഗ് നോൺ വയലൻസ് വീൽസ് പവർ വിത്തൗട്ട് അഗ്രഷൻ. അതായത് നമ്മൾ ശക്തി നേടിയെടുക്കുകയാണ് വിത്തൗട്ട് അഗ്രഷൻ. ആലോചിച്ച് നോക്കൂ, ഒരാള് വീട്ടില് പറഞ്ഞതുപോലെ തന്നെ ഒരടി കിട്ടി അപ്പുറത്തെ കവള് കാണിച്ചു കൊടുത്താൽ അവിടെ ആർക്കും അടിക്കാൻ തോന്നില്ല. ഓക്കെ,
എല്ലാ കാര്യങ്ങളും നോൺ വയലന്റ് ആയിട്ട് നിരാകരിച്ചു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ പിന്നെ ആർക്കും പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ചില ആളുകൾ ഉണ്ടാവും, അവരുടെ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മൾ മിക്കവാറും ആളുകളെ കാണുന്നത് ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ച് പറയുന്ന ആളുകളാണ്. അങ്ങനെയല്ലാതെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാത്ത ആളുകളോട് പിന്നെന്താ പറയാ? ഓക്കെ, ദാറ്റ് ഇസ് ദ സ്ട്രാറ്റജി ഓഫ് നോൺ വയലൻസ്. Focuses on political engagement and strategic resistance. Actually, it is a political engagement, politically involving, that is politically crucial ആയിട്ടുള്ള ഒരു കാര്യമാണ് നോൺ വയലൻസ്. പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആണ്, അല്ലെ, എതിർപ്പാണ് അവർ കാണിക്കുന്നത് അതിലൂടെ. റിലൈസ് ഓൺ കൺസെന്റ് വിഡ്രോവൽ ഫ്രം ഓപ്രസേഴ്സ്, അതായത് കൺസെന്റ് വിഡ്രോവൽ ഫ്രം ഒപ്രസേഴ്സിനെ, അതായത് നമ്മൾ അടിച്ചമർത്തുന്നവരോട് സമാധാനം പാലിക്കുക, അവരെ എതിർക്കാതിരിക്കുക, അതായത് നമ്മൾക്ക് എത്ര അടി കിട്ടിയാലും തിരിച്ചടിക്കാതിരിക്കുക. യൂസസ് പ്രൊട്ടസ്റ്റ് നോൺ കോപ്പറേഷൻ ആൻഡ് ഇന്റർവെൻഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റിലൂടെയും നോൺ കോർപ്പറേഷൻ, നമ്മൾ പറഞ്ഞില്ലേ നിസ്സഹകരണത്തിലൂടെയും ഒക്കെയാണ് അവരവരുടെ പ്രൊട്ടസ്റ്റ് അറിയിച്ചിരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വയലൻസ്, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഇഫക്റ്റീവ് ഫോർ മോഡേൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്, അല്ലെ, പുതിയ കാലത്ത് വലത് നേടിയെടുക്കണമെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആണെന്നാണ് കണ്ടുവരുന്നത്. കാരണം ഈ ഒരു മെത്തേഡ് പിന്തുടർന്ന ആളുകളൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ ജീവിതത്തിൽ. നോൺ വയലൻസ് ഇസ് ബോത്ത് എ പാത്ത് ആൻഡ് ഗോൾ ഫോർ പീസ്, അല്ലെ, പീസിനുള്ള ഒരു ഗോൾ, ലക്ഷ്യമാണ് ഈ നോൺ വയലൻസ്. നോൺ വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പീസ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അക്രമം ഉണ്ടാവില്ലല്ലോ. UN Charter supports peaceful dispute resolution. UN എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? പീസ്ഫുൾ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് വല്ല വഴക്കമുണ്ടെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായി ഒത്തുതീർക്കുക. എസ്റ്റാബ്ലിഷസ് ജസ്റ്റിസ് ആൻഡ് അവോയ്ഡ്സ് കോൺഫ്ലിക്ട് എസ്കലേഷൻ, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെയാക്കി നീതി നടപ്പാക്കുക. ലിങ്ക്സ് ക്ലോസ്ലി വിത്ത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോക സമാധാനവും സുരക്ഷയും ഓരോ ആളുകൾക്കും ഉറപ്പുവരുത്തുക. പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്, റിജക്ട് എക്സ്പ്ലോയിറ്റേഷൻ ബൈ റിഫ്യൂസിങ് ടു കോപ്പറേറ്റ്, അല്ലെ, അതായത് ചൂഷണത്തിനെതിരെ അവരെന്ത് ചെയ്യാണ് പ്രതികരിച്ചത്? നോൺ വയലൻസിലൂടെയായിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ അവര് എന്താണ്? റിഫ്യൂസിങ് ടു കോപ്പറേറ്റ്, നിസ്സഹകരണത്തിലൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കില്ല, പക്ഷെ വയലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അടിച്ചമർത്താൻ നോക്കിയാലും നമ്മൾ തിരിച്ച് പ്രതികരിക്കില്ല. ഓക്കെ, നോൺ വയലൻസ് ആൻഡ് കൊവാർഡൈസ് ആർ ഇൻകംപാറ്റബിൾ. നോൺ വയലൻസും കൊവാർഡൈസ്, അത് ഭീരുത്വമാണെന്നൊക്കെ പറയും, പക്ഷെ ഒരിക്കലും അത് ഭീരുത്വമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, നമുക്ക് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയണം നമുക്ക് തോന്നും, അങ്ങനെ പറയാതിരിക്കാൻ നല്ല സ്ട്രെങ്ത് വേണം. അതുപോലെ തന്നെയാണ് അടി കൊള്ളുമ്പോൾ തിരിച്ചടിക്കാൻ നമുക്ക് തോന്നും, അടിക്കാതിരിക്കാനായിട്ട് നല്ലൊരു പവർ വേണം. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് കൊവാർഡൈസ്, ഒരു ഭീരുത്വമല്ല. ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ, അല്ലെ, അവിടെ ആക്ച്വലി നമ്മൾ എന്താണ്, ഇപ്പൊ ബ്രിട്ടീഷുകാര്, ഗാന്ധിജിയൊക്കെ എങ്ങനെയാണ്, ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യങ്ങൾ, അല്ലെ, അത് അവർക്ക് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ബ്രിട്ടീഷുകാരോട് വലിയ പ്രോബ്ലം ഒന്നുമില്ല, അവരുടെ പ്രവൃത്തികളോടാണ് നമുക്ക് എതിർപ്പുണ്ടായിരുന്നത്. അവോയ്ഡ് ബിക്കമിങ് ഒപ്രസേഴ്സ് ബൈ റീറ്റാലിയേറ്റിംഗ്, അതുപോലെ തന്നെ നമ്മൾ പ്രതികരണത്തിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായ പെരുമാറ്റത്തിലൂടെയും നിസ്സഹകരണത്തിലൂടെയും ഇവരെ ഒഴിവാക്കുന്നു, അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ, ഒരാളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ അതിനേക്കാൾ വലിയൊരു ശിക്ഷയൊന്നും വേറെ ഇല്ല. സഫറിങ് ക്യാൻ എഡ്യൂക്കേറ്റ് ആൻഡ് ട്രാൻസ്ഫോം, നമുക്കറിയാം സഫറിങ്, അല്ലെ, ഒരുപാട് സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയി മാറും നമ്മൾ. പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, മൂപ്പരുടെ അഭിപ്രായത്തിൽ, വിൻ ഓപ്പണൻസ് ത്രൂ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ശത്രുക്കളെ നമ്മൾ സുഹൃത്തുക്കളാക്കുക, ദാറ്റ് ഇസ് ദ മെയിൻ സ്ട്രാറ്റജി ടു മേക്ക് പീസ് വിത്ത് ദം, അല്ലെ, ഓർ ടു മേക്ക് പീസ് കൾച്ചർ. ടാർഗറ്റ് ഇൻജസ്റ്റിസ് നോട്ട് ഇൻഡിവിജ്വൽസ്, അല്ലെ, അനീതിക്കെതിരെയാണ് നമ്മൾ പൊരുതേണ്ടത്, അതായത് വ്യക്തികൾക്കെതിരെയല്ല. എല്ലാ വ്യക്തികളും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കും അതുപോലെ തന്നെ അതൊരു നോൺ വയലന്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആപ്ലിക്കബിൾ. മോട്ടിവേറ്റഡ് ബൈ ലവ് ആൻഡ് നോട്ട് ഹേറ്റ്, അല്ലെ, നമ്മൾ സ്നേഹത്താലാണ് മറ്റുള്ളവരെ കീഴടക്കേണ്ടത്, അല്ലാതെ വെറുപ്പാലല്ല. റിക്വയർസ് ഡിസിപ്ലിൻ ആൻഡ് വില്ലിംഗ്നെസ് ടു സഫർ, അതുപോലെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ദെൻ വില്ലിംഗ്നെസ് ടു സഫർ, സഹിക്കാനുള്ള ഒരു കരുത്ത്. കുറെ അടിയൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് ഗ്രേറ്റ്.
ഓക്കെ, ബിലീവ്സ് ഇൻ ജസ്റ്റിസ് ആസ് എ കോസ്മിക് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ എടുക്കുക, നീതി നടപ്പാക്കുക, അതിൽ നമ്മൾ വിശ്വസിക്കുക. കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഇനി എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ പ്രിവെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റെസൊല്യൂഷൻ, അതായത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്? കോൺഫ്ലിക്റ്റ് ക്യാൻ ഹാം ഇൻട്രസ്റ്റ് ഈവൻ വിത്തൗട്ട് ഹോസ്റ്റിലിറ്റി. ബ്രിക്മാന്റെ അഭിപ്രായമാണ്. ദറ്റ് ഈസ്, കോൺഫ്ലിക്റ്റിന് എന്താണ്, നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റുകളെ ഹാം ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെ? അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റില്ല എന്ന് നമ്മുടെ പാരന്റ്സ് പറയാന്നെങ്കിൽ വിചാരിച്ചോളൂ. അപ്പോൾ ആ കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് വിൽ ബി ദയർ. ഓക്കെ, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരിക്കലും നമ്മൾ എന്താ പറയാ, ഒരു ഹോസ്റ്റിലിറ്റി, അല്ലെ, അതിനോടൊരു എതിർപ്പ് പറയാതെ നമ്മൾ അത് അംഗീകരിക്കുക. ഇറ്റ് ക്യാൻ ബി എ സ്ട്രഗിൾ ഫോർ വാല്യൂസ്, പവർ ആൻഡ് റിസോഴ്സസ്, അല്ലെ? മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ആണത്, അല്ലെങ്കിൽ പവർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പവർ, ഓക്കെ, ആൻഡ് റിസോഴ്സസ് ഓൾസോ. This is the causes point of view. Then conflict exists in all societies but can be positive if handled well. എല്ലാ സൊസൈറ്റിയിലും നമ്മളെ വീട്ടിൽ തന്നെ ആലോചിച്ച് നോക്കുക, കോൺഫ്ലിക്ട്സ് വിൽ ബി ദയർ, അല്ലെ? പക്ഷെ അത് നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും ത്രൂ ദീസ് കൈൻഡ്സ് ഓഫ് നോൺ വയലൻസ്. ദി എയിം ഇസ് ടു മാനേജ് കോൺഫ്ലിക്ട് വിത്തൗട്ട് വയലൻസ് ഓർ സപ്രഷൻ. ഒരാൾ ഇങ്ങോട്ട് തച്ചാൽ അങ്ങോട്ട് തല്ലല്ല, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തല്ലല്ല കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് വയലൻസ്. അങ്ങനെയല്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വയലൻസ് സ്റ്റെംസ് ഫ്രം അക്യുമുലേറ്റഡ് അഗ്രഷൻ ആൻഡ് മിസ്ട്രസ്റ്റ്. വയലൻസ് എങ്ങനെയാണ്? അഗ്രഷൻ ആൻഡ് മിസ്ട്രസ്റ്റ്. അതായത് അഗ്രഷൻ, അല്ലെ, ഒരു വല്ലാത്തൊരു അഗ്രഷൻ നിന്നാണ് വയലൻസ് ഉണ്ടാവുന്നത്, അല്ലെ? ഒരു എന്താണ്, ഒന്നും ചിന്തിക്കാതെയുള്ള ഒരു പെരുമാറ്റം. ഓക്കെ, then meaning of conflict prevention. Okay, conflict prevention എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Conflict prevention includes activities to avoid violent conflict. Violent conflict ഒഴിവാക്കുക എന്നുള്ളതാണ് conflict prevention എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It strengthens local peace capacities, system skills, resources. അപ്പോൾ ഈ നോൺ വയലൻസിലൂടെയുള്ള കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഗവൺമെന്റിനെ, നമ്മുടെ സ്കില്ലിനെ, അതുപോലെ തന്നെ റിസോഴ്സിനെയൊക്കെ ശക്തിപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കി നോക്കുന്നു, യുദ്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശേഷിയൊക്കെ വർദ്ധിക്കില്ലേ? യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷിയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ഫോക്കസസ് ഓൺ പ്രീഎംപ്റ്റിംഗ് ട്രിഗേഴ്സ് ഓഫ് വൈഡ് സ്പ്രെഡ് വയലൻസ്. ഇത് ട്രിഗേഴ്സ് ഓഫ് വൈഡ് സ്പ്രെഡ് വയലൻസിനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട് സൊസൈറ്റൽ റെസിലിയൻസ് ത്രൂ പീസ് ബിൽഡിംഗ്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ, അല്ലെ, ആ ഒരു മെന്റാലിറ്റി, സഫറിങ്, അല്ലെങ്കിൽ സൊസൈറ്റിയെ പീസ് ബിൽഡിങ്ങിലൂടെയാണ് ശക്തരാക്കുന്നത്. ഓക്കെ, സമാധാനപരമായിട്ടാണ് ശക്തരാക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ആൻ ഓൺഗോയിങ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി പ്രോസസ്. പ്രിവെൻഷൻ, അതായത് നമുക്കറിയാം കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, അതില്ലാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെ, അല്ലെ? നമുക്കറിയാം അത്. പ്രോസസ് ഓഫ് കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ. എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ നടത്തുന്നത്? നമ്മൾ പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ്നെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സൊസൈറ്റൽ സെക്ടേഴ്സ്. എല്ലാവരെയും എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുക, ഇൻക്ലൂസീവ്നെസ്. എംഫസൈസസ് ലോക്കൽ ജനറേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് ഇനീഷ്യേറ്റീവ്. അതുപോലെ തന്നെ ലോക്കൽ ജനറേഷൻ സ്ട്രാറ്റജീസും ഇനീഷ്യേറ്റീവ്, അതായത് ലോക്കൽ പീപ്പിളിനെ, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള ആളുകളെയൊക്കെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ട്രെങ്തൻസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലോക്കൽ ആക്ടേഴ്സ്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ശക്തി പകരുക. ഓക്കെ, കാരണം എന്താണ്, ജനങ്ങളാൽ, അല്ലെങ്കിൽ കോമൺ പീപ്പിളാണ് അവിടെ റൂൾ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. റിക്വയേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്ട് ഫാക്ടേഴ്സ്, ആക്ടേഴ്സ് ആൻഡ് കണ്ടീഷൻസ്. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ കോൺഫ്ലിക്ട് ഫാക്ടേഴ്സ്, ആക്ടേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം എന്താണ് ഈ കോൺഫ്ലിക്റ്റിന് ഉണ്ടാവണ കാരണം, എന്താണ്, ആരാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയത്, ഏത് കണ്ടീഷനിലാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞറിയാലോ, സ്പർദ്ധ ഉള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇൻ ഓർഡർ ടു പ്രിവെന്റ് കോൺഫ്ലിക്റ്റ്. ഇൻവോൾവ്സ്, അല്ലെ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയാണത്. അതായത് നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ഇല്ലാതെ ആക്കാൻ എന്തൊക്കെ ചെയ്യും, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ വാല്യൂസും അല്ലെങ്കിൽ നമ്മുടെ
സെൽഫ് റെസ്പെക്ട് വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ത്യജിക്കാറുണ്ട്, സാക്രിഫൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും വേണമെന്ന് പറയുന്നില്ല. പക്ഷെ വി ഷുഡ് ഹവ് ടു മെയിൻറ്റെയിൻ എ കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ. ഓക്കെ, then involves 4 steps: analysis, actor ID, scenario, development, response planning. These are the 4 steps for process of conflict prevention. ഇനി ഫസ്റ്റ് വൺ എന്താണ്, കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. ഏതൊക്കെ സ്ട്രാറ്റജിയിലൂടെ, രീതിയിലൂടെ നമുക്ക് കോൺഫ്ലിക്റ്റ് പ്രിവെന്റ് ചെയ്യാം? ഐഡന്റിഫൈ റിസോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഇന്ന് അവർ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വിൽ ബി ദെയർ. സോ വി ഷുഡ് ഹാവ് ടു ഐഡന്റിഫൈ ദ കോസ്. പിന്നെ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പെരുമാറാൻ. അതല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. വാല്യൂസ്, നീഡ്സ്, പ്രഷേഴ്സ് എറ്റ്സെട്ര. നമ്മളെ ചിലപ്പോൾ വാല്യൂസ് ആയിരിക്കാം കോൺഫ്ലിക്റ്റിന് കാരണം, അല്ലെ? ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രഷേഴ്സ്, നമുക്കുള്ള പ്രഷേഴ്സ്, അല്ലെ? അതായത് നമ്മളോട് ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ പറഞ്ഞു, നമുക്ക് വാങ്ങാൻ പറ്റിയില്ല, അല്ലെ? രാത്രി അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ കോൺഫ്ലിക്റ്റ് ബഹളായിരിക്കും. അതൊക്കെ ഇതിന് കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. എന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ, അല്ലെ, നമുക്ക് ഫസ്റ്റ് റാങ്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിക്കൊള്ളാന്നില്ല, നമുക്കത് ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റണം. വൈ ഡിഡ്ന്റ് ഐ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്, ഓർ എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റിന്റെ റീസൺ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഇഫക്റ്റീവ്ലി. കൊലാബറേറ്റ് ആൻഡ് കോംപ്രമൈസ് ഓൺ സൊല്യൂഷൻസ്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് വാങ്ങിയില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നല്ല ജോലി വാങ്ങും, നല്ല രീതിയിൽ ജീവിക്കും എന്ന് ഉറപ്പ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയാട്ടോ, യൂസ് സ്ട്രക്ചർഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ് ആൻഡ് ടെക്നിക്സ്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസും ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കുക. ബിൽഡ് ട്രസ്റ്റ്, റാപ്പോ ആൻഡ് ലേൺ ഫ്രം പാസ്റ്റ് കോൺഫ്ലിക്ട്സ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഒരു റാപ്പോ പറഞ്ഞാൽ എന്താണ്, അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ആൻഡ് ലേൺ ഫ്രം പാസ്റ്റ് കോൺഫ്ലിക്ട്സ്. മുമ്പുണ്ടായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സീക്സ് പീസ്ഫുൾ സൊല്യൂഷൻസ് ടു ഡിസ്പ്യൂട്ട്സ്, അല്ലെ? അതായത് പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ കണ്ടെത്തുക. എന്തിന്? കോൺഫ്ലിക്റ്റുകൾക്ക്. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ട്രെയിൻസ് ഇൻ നെഗോസിയേഷൻ ആൻഡ് മീഡിയേഷൻ സ്കിൽസ്. അതുപോലെ തന്നെ മീഡിയേഷൻ സ്കിൽസിലൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ടാക്കുക. അതായത് മീഡിയേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. രണ്ടുപേര് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് മാറാനൊരു നല്ല സ്കിൽ തന്നെ വേണം. അല്ലാതെ ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആളാവരുത് ഒരിക്കലും മീഡിയേറ്റർ. ഫോക്കസ് ഓൺ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഷിഫ്റ്റ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായിരിക്കണം. ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. അല്ല ഞാൻ ഇങ്ങനെയാണ്, അല്ലെ, ഞാൻ മരിക്കോളം ഞാൻ അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെ ജനിച്ചു, ഞാൻ അങ്ങനെ തന്നെ മരിക്കും, ആ രീതിയിലാവരുത്. യൂസ്ഫുൾ അറ്റ് പേഴ്സണൽ, കമ്മ്യൂണിറ്റി ആൻഡ് ഇന്റർനാഷണൽ ലെവൽസ്. നമുക്കറിയാം ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പേഴ്സണൽ ലെവലിലും ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിറ്റി സൊസൈറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണൽ ലെവൽ വരെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. aims at better relationships and reduced violence. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക, വയലൻസ് ഇല്ലാതെയാക്കുക. അതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്. ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? ആക്റ്റീവ് ലിസണിങ്. ആദ്യം രണ്ട് കൂട്ടരും പറയുന്നത് നന്നായി കേൾക്കുക. ട്രൂലി ഹിയറിംഗ് ദി അതർ പാർട്ടി, അല്ലെ, മറ്റുള്ളവർ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ഒരാൾക്ക് പറയാനുള്ളത് മറ്റേ ആൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, അല്ലെ, ഫീലിങ്സും അവരുടെ ചിന്തകളും അവരുടെ ഫീലിങ്സും ഒക്കെ നമ്മൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ ഫീലിങ്സ് ഒക്കെ. അവർക്കുള്ളത് പറയുമ്പോൾ നമ്മളത് കേൾക്കുക. അവോയ്ഡിങ് ബ്ലെയിമിങ് ആൻഡ് ക്രിയേറ്റിംഗ് സേഫ് സ്പേസ്. അതായത് പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല. ഓക്കെ, അങ്ങനെ രണ്ടുപേർക്കും സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് വേണം സംസാരിക്കാൻ. സ്റ്റേയിങ് കാം ആൻഡ് കമ്പോസ്ഡ്, അല്ലെ, അതായത് ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും അജിറ്റേറ്റഡ് ആവുകയല്ല വേണ്ടത്. ആ സമയത്ത് നമ്മൾ വളരെ ശാന്തരാവണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആവണം. കൊളാബറേറ്റിംഗ് ഫോർ ജോയിന്റ് റെസൊല്യൂഷൻസ്. എന്നിട്ട് നമ്മൾ
ഇപ്പൊ പുറമേ നിന്നുള്ള ഒരാളാണ് ഇത് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ല ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക തീരുമാനം എടുക്കുക. ഓക്കെ, ഇന്റർമീഡിയറ്റ്. അല്ലാതെ ഒരാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേവർ ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാലും ഇയാളെയും കൂടെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടുപേർക്കിടയിൽ കോൺഫ്ലിക്റ്റിന്റെ ആയിട്ട് അവരെന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് സൊല്യൂഷൻ രണ്ടുപേരും കൂടെ എടുക്കുക. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അപ്രോച്ചസ്. എന്തൊക്കെ അപ്രോച്ചുകളാണ് ഉള്ളത്? അവോയ്ഡിങ്, വിഡ്രോസ് ഫ്രം കോൺഫ്ലിക്റ്റ്, അല്ലെ? കോൺഫ്ലിക്റ്റ് എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അവിടുന്ന് പോവുക. നത്തിങ് റിസോൾവ്, അവിടെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടുക. കോമ്പീറ്റിംഗ്, എയിംസ് ടു വിൻ അറ്റ് ഓൾ കോസ്റ്റ്, അസേർട്ടീവ് നോട്ട് കോപ്പറേറ്റീവ്. അതായത് എങ്ങനെയെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതായത് നമുക്ക് കിട്ടണം, അല്ലെ? ഈ രീതിയിൽ ഭയങ്കര നോട്ട് കോപ്പറേറ്റീവ്, അല്ലെ? കോപ്പറേറ്റീവ് അല്ലാത്ത രീതിയിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അക്കമഡേറ്റിംഗ്, ഗിവ്സ് ഇൻ ടു അതേഴ്സ്, പ്രിസർവ് ഹാർമണി. അതായത് നമുക്ക് മറ്റുള്ളവരെയും കൂടെ അക്കമഡേറ്റ് ചെയ്യുക, അവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർമണി. ഹാർമണി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നു. കൊലാബറേറ്റിംഗ്, കോപ്പറേറ്റീവ് ആൻഡ് അസേർട്ടീവ് സൊല്യൂഷൻ ഫൈൻഡിങ്. അങ്ങനെ സഹകരണ മനോഭാവത്തിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുക. അതായത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കാറ്, രണ്ടുപേർക്കിടയിൽ ഒരു പ്രോബ്ലം, നമ്മളെ ഫ്രണ്ടും തമ്മിൽ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം അവരോട് ഒരു സഹകരണ മനോഭാവത്തോടുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. കോംപ്രമൈസിങ്, അല്ലെ? നമ്മളും കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ പിടിച്ച മുയലിന് എപ്പോഴും 3 കൊമ്പ് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സംഭവിക്കില്ല. ബോത്ത് സൈഡ്സ് ഗിവ് അപ്പ് സംതിങ് ഫോർ എഗ്രിമെന്റ്, അല്ലെ? രണ്ട് സൈഡിലുള്ള ആളുകളും, കോൺഫ്ലിക്റ്റിന് ഉണ്ടായിട്ടുള്ള രണ്ട് സൈഡിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണം, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ മാത്രമാണ് അവിടെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ദെൻ ഫോസ്റ്ററിങ് എ കൾച്ചർ ഓഫ് പീസ് ത്രൂ എഡ്യൂക്കേഷൻ. ഇനി എങ്ങനെയാണ് എഡ്യൂക്കേഷനിലൂടെ, അതാണ് നമ്മുടെ മെയിൻ ഏരിയ, അല്ലെ, ഒരു പീസ് കൾച്ചർ ഉണ്ടാക്കാൻ പറ്റുക? എഡ്യൂക്കേഷൻ യുണൈറ്റ്സ് പീപ്പിൾ ആൻഡ് കോംബാറ്റ്സ് വയലൻസ്. നമുക്കറിയാം ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. സ്കൂളിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പഠിക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴാണ് ആദ്യം. ടീച്ചേഴ്സ് പീസ്, ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് സമാധാനം, നീതി, ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെ, ഡെമോക്രസി, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. പ്രൊമോട്ട്സ് ടോളറൻസ്, എംപതി ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ആക്ച്വലി സഹനശക്തി, എംപതി, മറ്റുള്ളവരോടുള്ള ഒരു എംപതി, എക്സ്ട്രീം സിംപതി ഉണ്ടാക്കുന്നു, അല്ലെ? നമ്മളാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ അക്കമഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ഡൈവേഴ്സ് ആണ്. ഡൈവേഴ്സ് പറഞ്ഞു വെച്ചാൽ പല വിധത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും, അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്, ഇവിടെ കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഉണ്ട്, കളർ ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇതിനോടൊക്കെയുള്ള ഒരു സഹന മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. പീസ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് സ്കിൽസ് ലൈക്ക് മെഡിറ്റേഷൻ ആൻഡ് ലിസണിങ്. ഓക്കെ, അതായത് പീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഡിറ്റേഷൻ, അല്ലെ? മെഡിറ്റേഷനിലൂടെ നമുക്ക് കുറെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ കൂട്ടാൻ പറ്റും. അതായത് അടിക്കാൻ തോന്നി അടിക്കാതിരിക്കാനും, ദേഷ്യം കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റും. ആൻഡ് ലിസണിങ്, മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് ഇൻവോൾവിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേറ്റിംഗ് എ കൾച്ചർ ഓഫ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, അല്ലെ? ജീവിതം മുഴുവനീള ഉള്ള ഒരു പ്രോസസ്സാണ്. അവിടെ ചിലപ്പോൾ ഇൻഡിവിജ്വൽസിനെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളും അതുപോലെ തന്നെ കോളേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അതിന് വളരെയധികം ഒരു വലിയ റോളുണ്ട്. ഫോസ്റ്ററിങ് കൾച്ചർ ഓഫ് പീസ് ഇൻ ദ ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പീസ് എഡ്യൂക്കേഷൻ അപ്ലൈസ് അക്രോസ് ഓൾ സബ്ജക്ട്സ് ആൻഡ് ലെവൽസ്, അല്ലെ? ഈ പീസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എല്ലാ സബ്ജക്റ്റിനും എല്ലാ ലെവലിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അതായത് എന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്, ഞാൻ അതുകൊണ്ട് പീസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പാടില്ല. കാരണം എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ആൾക്കാരായാലും പീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പീസ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യാം. ഇൻക്ലൂസീവ് ഓഫ് ഓൾ ലേണേഴ്സ് ഇൻക്ലൂഡിംഗ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, അല്ലെ?
എല്ലാ തരത്തിലുള്ള ലേണേഴ്സിനെയും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഇൻക്ലൂഡിങ് മാർജിനലൈസ്ഡ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ, ആ ഒരു ഇക്വാലിറ്റി ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സ് നീഡ് ട്രെയിനിങ്, ഗുഡ് പേ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. ഇനി ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്, അതായത് നല്ല ട്രെയിനിങ് ഉള്ള ആൾക്കാർക്കാണ് നല്ല ടീച്ചർ ആവാൻ പറ്റും. ഗുഡ് പേ അല്ലെ, ഏറ്റവും കോൺഫ്ലിക്റ്റുകൾ ടീച്ചേഴ്സിന് ഉണ്ടാവുന്നത്, മാനസികമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് സാലറി കുറവാണല്ലോ എന്നുള്ളതാണ്. നല്ല സാലറി കിട്ടുകയാണെങ്കിൽ, നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ദേ വിൽ ബി ഹാപ്പി ആൻഡ് ദേ ക്യാൻ മാനേജ് സ്റ്റുഡൻസ് വെരി വെൽ, ദേ ക്യാൻ സോൾവ് പ്രോബ്ലംസ്, ദേ ക്യാൻ ഇന്ററാക്ട് വിത്ത് സ്റ്റുഡൻസ് വെരി വെൽ ആൻഡ് ദേ ക്യാൻ ക്രിയേറ്റ് എ പോസിറ്റീവ് വൈബ് ഇൻ ദ ക്ലാസ് റൂം അല്ലെ. അപ്പൊ അതിന് ഈ ഘടകങ്ങളെല്ലാം വളരെ അത്യാവശ്യമാണ്. കരിക്കുലം മസ്റ്റ് അഡ്രസ് മോഡേൺ വയലൻസ് അല്ലെ. സൈബർ ബുള്ളിയിങ് ഒക്കെ നമുക്കറിയാം അല്ലെ, അതൊക്കെ നമ്മൾ സൈബർ ബുള്ളിങ് അറിയാലോ, ഈ എന്താ പറയാ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയുള്ള തെറി പറച്ചില്. യൂട്യൂബിലൊക്കെ ഒരാൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഒരു ഹെയ്റ്റ്രഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് മോഡേൺ വയലൻസ്. സൈബർ ബുള്ളിയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മോഡേൺ വയലൻസ്. പ്രൊമോട്ട്സ് കെയറിംഗ്, റെസ്പോൺസിബിൾ സിറ്റിസൺസ് വയ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ്. അപ്പൊ നമുക്ക് എന്താണ്, ആളുകള് എന്താണ് പറയുക, തമ്മിലുള്ള കെയറിംഗ് പ്രൊമോട്ട് ചെയ്യാം, ഒരു കെയറിംഗ് മെന്റാലിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺസ്, ഓക്കെ, ആളുകളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കിയിട്ട് മാറ്റാൻ പറ്റും. അതൊക്കെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അല്ല ഞാൻ എൻ്റെ സിലബസ് തീർക്കൽ മാത്രമാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നല്ല. നമ്മുടെ കുട്ടികളെ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കാൻ ഒരു ടീച്ചർക്ക് ഉത്തരവാദിത്തമുണ്ട്. Then conflict resolution and meditation in education. Conflict exists at all educational levels. അല്ലെ, എല്ലാ സ്ഥലത്തും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലെ. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എന്താണ് അടികൂടുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എല്ലായിടത്തും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഈസ് ദയർ. റെസൊല്യൂഷൻ ഇൻവോൾവ്സ് ഡയലോഗ്സ്, നെഗോസിയേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ത്രൂ കോൺവെർസേഷൻ, ത്രൂ ഡയലോഗ്സ് അല്ലെ, നെഗോസിയേഷൻസ്, പറഞ്ഞ വിലപേശലിലൂടെ. അവർക്ക് എന്താ പ്രോബ്ലം, എന്ത് ചെയ്താലാണ് ഇനി നിങ്ങൾ നേരെയാവുക എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, വി ഷുഡ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദം. മെഡിറ്റേഷൻ ഹെൽപ്സ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ത്രൂ തേർഡ് പാർട്ടി ഫെസിലിറ്റേഷൻ. അതുപോലെ ഈ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽ ഉണ്ടാവും. ഇറ്റ് പ്രൊമോട്ട്സ് പീസ്ഫുൾ സ്കൂൾ എൻവയറൺമെന്റ് അല്ലെ. സ്കൂളിൽ അടിയില്ലെങ്കിൽ വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവുന്നത്. It encourages mutual respect and understanding among students and staff. അതുപോലെ തന്നെ കുട്ടികൾക്കും സ്റ്റുഡൻസിനും, അത് സ്റ്റുഡൻസിന് പരസ്പരം, അതുപോലെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും, സ്റ്റുഡൻസിനും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഒക്കെ ഇടയിലുള്ള ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിൽ ഇൻക്രീസ്. ഇന്നർ പീസ്, മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്. എന്താണ് ഇന്നർ പീസ് അല്ലെ, മാനസികമായിട്ടുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ പീസ് മീൻസ് ബീയിങ് മെന്റലി ആൻഡ് സ്പിരിച്വലി കാം. മാനസികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു കാംനെസ്സിനെയാണ് നമ്മൾ ഇന്നർ പീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. ഈ ഇന്നർ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ ബാലൻസ് ചെയ്യാം അല്ലെ. ഇത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്കതിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ അല്ലെ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അസോസിയേറ്റഡ് വിത്ത് ഹാപ്പിനെസ്, കണ്ടെന്റ്മെന്റ് ആൻഡ് സെറനിറ്റി. അതായത് ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അല്ലെ, കണ്ടെന്റ്മെന്റ്, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സമാധാനം, സെറനിറ്റി, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇന്നർ പീസ് എന്ന് പറയുന്നത് അല്ലെ. എസെൻഷ്യൽ ഫോർ ഓപ്റ്റിമൽ മെന്റൽ പെർഫോമൻസ്. ഈ ഇന്നർ പീസ് ഉണ്ടായാലാണ് നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല മാനസികാരോഗ്യത്തിന് നല്ല ഇന്നർ പീസ് വേണം. ദെൻ കൺസിഡർ ദ ഫൗണ്ടേഷൻ ഫോർ വേൾഡ് പീസ്. അതായത് ഇന്നർ പീസ് ഉണ്ടായാൽ, ഒരാൾക്ക് ഇന്നർ പീസ് ഉണ്ടായാലാണ് അയാൾക്ക് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവുള്ളൂ, അങ്ങനെ മറ്റൊരു സൊസൈറ്റിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലെ. അത് ലോക സമാധാനത്തിന് വരെ വളരെ അത്യാവശ്യമാണ് ഇന്നർ പീസ് ഒരാളുടെ. ഓക്കെ, ദെൻ കൾട്ടിവേറ്റിംഗ് ഇന്നർ പീസ് പ്രാക്ടീസസ്. ഇനി എങ്ങനെയൊക്കെയാണ് ഇന്നർ പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? പ്രെയർ, മെഡിറ്റേഷൻ, യോഗ ആൻഡ് ടൈച്ചി അല്ലെ, ഒക്കെ മെഡിറ്റേഷൻ ആ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രൊമോട്ട്സ് അവയർനെസ് ഓഫ് സെൽഫ് ആൻഡ് സറൗണ്ടിങ്സ്. അതുപോലെ ഇന്നർ പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സറൗണ്ടിങ്സിനെയും മറ്റുള്ള ആളുകളെയൊക്കെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കില്ല
റെഡ്യൂസസ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. അപ്പോൾ ഇന്നർ പീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത ആൾക്കാർ കണ്ടിട്ടില്ലേ, ആൻഡ് ദേ ആർ വെരി ഗുഡ് ഇമോഷണൽ ഇന്റലിജൻസ്. അവരങ്ങനെ മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, അടി കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഓക്കെ, അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയാം. എൻകറേജസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റിഫ്ലക്ഷൻ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങളൊരു 40 മിനിറ്റിന്റെ ക്ലാസ് ആണെങ്കിൽ എത്ര മിനിറ്റ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ? ഈ 40 മിനിറ്റും ഉള്ള കോൺസെൻട്രേഷന് ഇന്നർ പീസ് വേണം, പ്രയർ വേണം, മെഡിറ്റേഷൻ, യോഗ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡെവലപ്പ് അവർ മൈൻഡ്ഫുൾനെസ്. ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എംപതി. ഇന്നർ പീസ് ഉള്ള ആളുകൾക്ക് ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പീസ്. എന്തൊക്കെയാണ് പീസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്? അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക അല്ലെ? മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അണ്ടർസ്റ്റാൻഡിങ് ലീഡ്സ് ടു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ത്രൂ ഡയലോഗ് അല്ലെ? അതായത് നമ്മൾ കോൺവെർസേഷനിലൂടെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക, കോൺഫ്ലിക്റ്റിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുക. എൻകറേജസ് എംപതി ആൻഡ് കമ്പാഷൻ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരോടുള്ള എംപതി അല്ലെ, ആ ഒരു സിംപതി ഒക്കെ കൂടും, കമ്പാഷൻ, അനുകമ്പയൊക്കെ തോന്നും. ഹെൽപ്സ് ഐഡന്റിഫൈ. അപ്പൊ നമുക്ക് അവരോടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ സ്പർദ്ധ ഇല്ലാതെയാവുന്നു. ഹെൽപ്സ് ഐഡന്റിഫൈ കോമൺ ഗ്ലോബൽ ചലഞ്ചസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ഗ്ലോബൽ, ഈ ലോകത്തുണ്ടാവുന്ന ചലഞ്ചസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പ്രൊമോട്ട്സ് കൾച്ചറൽ അവെയർനെസ് ആൻഡ് ഡൈവേഴ്സിറ്റി. നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ട് ബോധവാന്മാരാവുക. ഈ കൾച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വമാണ്, പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ബേസിസ് ഫോർ കോപ്പറേഷൻ ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ കോപ്പറേഷൻ, എല്ലാവരോടും നല്ല സഹകരണ മനോഭാവത്തിലൂടെയും പീസ്ഫുൾ അല്ലെ, സമാധാനപരമായിട്ട് തന്നെ അവരുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. കോ എക്സിസ്റ്റൻസ് പറഞ്ഞു വെച്ചാൽ അവരുമായിട്ട് എന്താ പറയാ, ജീവിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, അവരോടെല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ട് വളരെ സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. എഡ്യൂക്കേറ്റിംഗ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സ്കൂൾസ് മസ്റ്റ് ടീച്ച് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ് അല്ലെ? സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം വാട്ട് ഇസ് മീൻ ബൈ ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ഗ്ലോബൽ ഇഷ്യൂസ് ആണ് ഇന്നത്തെ കാലത്തുള്ളത്. ഓക്കെ, ദെൻ കരിക്കുലം ഷുഡ് ഇൻക്ലൂഡ് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് നോൺ വയലൻസ്. അതുപോലെ നമ്മുടെ കരിക്കുലത്തിൽ നീതിയെ പറ്റിയിട്ടും ഇക്വാളിറ്റി അല്ലെ, തുല്യതയെ പറ്റിയിട്ടും നോൺ വയലൻസിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. പ്രൊമോട്ട് സിവിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. അപ്പൊ അവരോട് പറയാം, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയി മാറാൻ പോവുകയാണ്. സോ യു ഷുഡ് ഹാവ് ടു പെർഫോം ഓൾ ദീസ് ഡ്യൂട്ടീസ് വെരി ബ്യൂട്ടിഫുള്ളി, വെരി പീസ്ഫുള്ളി അല്ലെ? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കണം. സപ്പോർട്ട് ലോക്കൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ് മൂവ്മെന്റ്. അതുപോലെ തന്നെ ലോക്കൽ ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റിസ് മൂവ്മെന്റ് ഒക്കെ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ അതിന്റെ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. എംഫസൈസ് ഇന്റർ കൾച്ചറൽ റെസ്പെക്ട് ആൻഡ് കോപ്പറേഷൻ. നമ്മുടെ കൾച്ചർ അല്ലാത്ത വേറെ ആരെങ്കിലും അല്ലെ, എന്താണ് അപ്പുറത്തൊരു ആള് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വേറെ കൾച്ചറിൽ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ട്. ഇപ്പൊ ബംഗാളികളൊക്കെ നമ്മളവിടെ വരുന്നുണ്ട്. അപ്പൊ അവരെപ്പോഴും നമ്മളൊരു പേടിയോട് കൂടെയാണ് കാണുന്നത്. ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ നല്ലൊരു കോപ്പറേഷനും റെസ്പെക്റ്റും ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടാക്കുക. അപ്പൊ മറ്റുള്ള കൾച്ചറിനെ റെസ്പെക്ട് ചെയ്ത് അവരും നമ്മുടെ കൾച്ചർ റെസ്പെക്ട് ചെയ്യും. സോ എ പീസ്ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വിൽ ബി ദെയർ. ദെൻ ടോളറൻസ്. സഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്. ടോളറൻസ് മീൻസ് ആക്സെപ്റ്റിംഗ് അതേഴ്സ് ഡിഫറൻസസ്. അതായത് എല്ലാവരും ഒരുപോലെയല്ല, നമ്മുടെ പോലെയല്ല മറ്റുള്ളവരുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ സ്വഭാവം വേറെ രീതിയിലായിരിക്കാം, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പ്രൊമോട്ട്സ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് മെച്യൂരിറ്റി. അതുപോലെ തന്നെ പീസ്ഫുൾ, സമാധാനപരമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഹെൽപ്സ് ട്രാൻസ്ഫോം ഡിഫിക്കൽട്ടീസ് ഇൻ ടു അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ മറികടക്കുക. അതായത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക.
essential for harmony in diversity. നമുക്കറിയാം ടോളറൻസ് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഇന്ത്യയെ പോലെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നേഷന്, ഡൈവേഴ്സ് അല്ലെ, ഭയങ്കര വിവിധങ്ങളായിട്ടുള്ള കൾച്ചറുകളും ലാംഗ്വേജുകളും എല്ലാ രീതിയിലും നാനാത്വമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതിൽ ഒരു സമാധാനത്തിനായിട്ട് ടോളറൻസ് വളരെ അത്യാവശ്യമാണ്. റെക്കഗ്നൈസ്ഡ് ആസ് എ മോറൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഡ്യൂട്ടി. ടോളറൻസ് നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ, ലീഗൽ, മോറൽ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ഫോർ ടോളറൻസ്. ഇനി ടോളറൻസിനുള്ള എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? സ്കൂൾസ് ഷുഡ് കൗണ്ടർ prejudice and promote inclusion. നമ്മൾ ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു പേപ്പറിൽ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട് അല്ലെ. എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണാം, എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം, മെയിൻ സ്ട്രീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ടോളറൻസ് റിഡ്യൂസ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് അലീനിയേഷൻ. അതുപോലെ തന്നെ ഇത് ഡ്രോപ്പ് ഔട്ട്സിനൊക്കെ ഇല്ലാതെയാക്കും. കാരണം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് ഒറ്റപ്പെടൽ അല്ലെ, ആരും ഒറ്റയ്ക്ക് ജീവിക്കൊന്നുമില്ല, കാരണം അവരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോളറൻസിന് വളരെ വലിയൊരു റോൾ ഉണ്ട് ഇൻ ക്രിയേറ്റിംഗ് പീസ് കൾച്ചർ. ഇംപ്രൂവ്സ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ടോളറൻസ്, സഹനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നല്ല മെന്റലി ഹെൽത്തി ആവും, ഫിസിക്കലി ഹെൽത്തി ആവും. യൂസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ, അപ്പൊ കൊളാബറേറ്റീവ് ലേണിംഗ്, നമ്മൾ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻ ഒക്കെ കൊടുക്കുന്നത്. അതായത് നമ്മൾ, അല്ലെങ്കിൽ എന്താണ്, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ആർക്കും കൊടുക്കില്ല, സോ അപ്പൊ കുട്ടികൾ സെൽഫിഷ് ആവും. അങ്ങനെയല്ല, അതേ ഒരു കൊളാബറേറ്റീവ് മെന്റാലിറ്റി ഉണ്ടാവാൻ, ഒരു യൂണിവേഴ്സൽ മെന്റാലിറ്റി ഉണ്ടാവാനൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആർ പ്രൊമോട്ടിങ്. ദെൻ പ്രൊമോട്ട് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സ് ഐഡന്റിറ്റീസ്. അപ്പൊ നമ്മൾ ടോളറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈവേഴ്സ്, എല്ലാവരും എന്നെ പോലെയല്ല അല്ലെ, ഓരോരുത്തരും ഓരോ പോലെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണ് അവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ തോന്നില്ല. ദെൻ യുനെസ്കോസ് വ്യൂസ് ഓൺ ടോളറൻസ്. ഡിഫൈൻഡ് ടോളറൻസ് ആസ് ആൻ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, യുനെസ്കോ പറയുന്നത് ടോളറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ്, എൻകറേജസ് ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ടോളറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, കമ്മ്യൂണിക്കേഷനുള്ള സ്വാതന്ത്ര്യം ഒക്കെ നമ്മളെ എൻകറേജ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയൊക്കെ മാറി എല്ലാവർക്കും ഇവിടെ തുല്യമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റഡ് ആവും. ബേസിസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ടോളറൻസ് ആണ് ഡെമോക്രസിയുടെയും ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞ, ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോസ്റ്റേഴ്സ് റെസ്പെക്ട് ആൻഡ് പീസ്ഫുൾ റിലേഷൻസ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ബഹുമാനം ഉണ്ടാവും, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാക്കാം. ഹെൽപ്സ് റീപ്ലേസ് കൾച്ചർ ഓഫ് വാർ വിത്ത് പീസ്. അതായത് നമുക്കറിയാം വാറിന്റെ ഒരു കൾച്ചർ അല്ലെ, അത് ഇല്ലാതെയാക്കും. സോളിഡാരിറ്റി, ഹാർമണി അല്ലെ, കാംനെസ്, അതൊക്കെയാണ് സോളിഡാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. സോളിഡാരിറ്റി ഈസ് യൂണിറ്റി ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. അതായത് ആളുകളുടെ ഇൻട്രസ്റ്റുകളിലും ലക്ഷ്യങ്ങൾക്കൊക്കെ ഒരു യൂണിറ്റി ഉണ്ടാവുക അല്ലെ, ഒരു ഏകത ഉണ്ടാവുക. ബിൽഡ്സ് സ്ട്രോങ് കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റീസ് അല്ലെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള സഹകരണ മനോഭാവമുള്ള കമ്മ്യൂണിറ്റികളെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെ, സോളിഡാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ. ദെൻ എൻഹാൻസസ് മ്യൂച്വൽ സപ്പോർട്ട് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു മ്യൂച്വൽ സപ്പോർട്ട് അല്ലെ, മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പരമായിട്ടുള്ള, അതായത് ഞാൻ നിനക്ക് എന്റെ സഹായം വേണ്ടി വരും, എനിക്ക് നിന്റെ സഹായം വേണ്ടി വരും, സോ എ മ്യൂച്വൽ സപ്പോർട്ട് വിൽ ബി ദയർ. അപ്പൊ തന്നെ ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കിയാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊമോട്ട് സോഷ്യൽ ബോണ്ടിങ് ആൻഡ് എംപതി അല്ലെ, സോഷ്യൽ കണക്ഷനും എംപതി, മറ്റുള്ളവരോടുള്ള സിംപതി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. എൻകറേജസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതായത് എല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഉള്ളത് അല്ലെ, ഞാൻ ഒറ്റയ്ക്കല്ല ഒരു കാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാവരും കൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ മറ്റുള്ളവരോട് യൂണിറ്റി ഉണ്ടാക്കാൻ അല്ലെ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അവരെ സ്നേഹിക്കാനും എല്ലാ രീതിയിലും സാധിക്കും. ബിൽഡിംഗ് സോളിഡാരിറ്റി ഇൻ സ്കൂൾസ്. സ്കൂൾസിൽ എങ്ങനെയാണ് സോളിഡാരിറ്റി ഉണ്ടാക്കുന്നത്? ഷെയർഡ് പ്രൊജക്ട്സ് ഡെവലപ്പ് മ്യൂച്വൽ സപ്പോർട്ട്. പ്രൊജക്ട് ഗ്രൂപ്പ് വർക്കുകളൊക്കെ കൊടുക്കുക. എൻകറേജ് പിയർ മെന്ററിങ് ആൻഡ് ഹെൽപ്പിംഗ് ബിഹേവിയർ. അപ്പോൾ പിയർ ടീച്ചിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതുപോലെ തന്നെ കുട്ടികളെ
അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പൊ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി. പല രീതിയിലുള്ള ആളുകളുണ്ട്, പല വീടുകളിൽ നിന്ന് വരുന്നുണ്ട്, ഇക്കണോമിക് ക്ലാസ്സിൽ നിന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ട് കുട്ടികളെ കാണാൻ പഠിപ്പിക്കുക. അഡ്രസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഇനി ആരെങ്കിലും ഈ ഡിസ്ക്രിമിനേഷനോ എക്സ്ക്ലൂഷനോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അപ്പൊ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഫോസ്റ്റർ എ ഷെയർഡ് സെൻസ് ഓഫ് സ്കൂൾ ഐഡന്റിറ്റി. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, അല്ലെ? സോളിഡാരിറ്റി, ഒരു കോമൺനെസ്, അല്ലെ? ഞങ്ങൾ ഈ സ്കൂളുകാരാണ്, അല്ലെങ്കിൽ ഈ ഒരു അപ്പോഴും ബുദ്ധിമുട്ടാണ്, നമ്മൾ മറ്റു സ്കൂളുമായിട്ട് അടി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു മെന്റാലിറ്റി, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു മെന്റാലിറ്റി സ്കൂൾ സ്റ്റുഡൻസിന് കൊടുക്കുക. ഹ്യൂമൻ സോളിഡാരിറ്റി ആൻഡ് പീസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി. ഈ ഹ്യൂമൻ സോളിഡാരിറ്റി ആൻഡ് പീസ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? മ്യൂച്വൽ റെസ്പെക്ട്. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്താൽ മതി, അല്ലെ? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അപ്പൊ നമുക്കും റെസ്പെക്ട് തരും. ഡൈവേഴ്സിറ്റി ഷുഡ് ബി സെലിബ്രേറ്റഡ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പല രീതിയിലുള്ള ആളുകളുണ്ട്, ഓക്കെ, അത് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ്, അതിൽ നമ്മൾ അഭിമാനിക്കുക, അല്ലാതെ അവരെ ഉൾക്കൊള്ളാതിരിക്കുകയല്ല. റിയലൈസേഷൻ ഓഫ് കോമൺ ഗോൾസ് ആൻഡ് വാല്യൂസ്, അല്ലെ? എല്ലാവർക്കും ഒരുപാട് കോമൺ ഗോൾ, അല്ലെ? അതായത് നമ്മുടെ ലക്ഷ്യം അതൊരു കളക്റ്റീവായിട്ട് മാറുക. നമ്മുടെ വാല്യൂസ് ഒക്കെ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും വാല്യൂസും ഒക്കെ വേണം, അതൊക്കെ നമ്മൾ തിരിച്ചറിയുക. എൻകറേജസ് എത്തിക്കൽ ഗ്ലോബൽ കോപ്പറേഷൻ. അതുപോലെ തന്നെ ഗ്ലോബൽ കോപ്പറേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുക. സ്ട്രെങ്തൻസ് മോറൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഒരു മോറൽ, അല്ലെ? മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കുറെ കാര്യങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? അതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുക, സ്ട്രോങ് ആക്കുക. UN ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോളിഡാരിറ്റി. UN പ്രൊമോട്ട്സ് പീസ് ത്രൂ ഗ്ലോബൽ സോളിഡാരിറ്റി. യുഎന്റെ ലക്ഷ്യം തന്നെ അതാണ്, അല്ലെ? ഗ്ലോബൽ സോളിഡാരിറ്റി, ഗ്ലോബൽ ഹാർമണി ഉണ്ടാക്കുക എന്നുള്ളത്. എംഫസൈസസ് കോപ്പറേഷൻ ഇൻ ഹ്യൂമാനിറ്റേറിയൻ മാറ്റേഴ്സ്. അതുപോലെ തന്നെ മനുഷ്യന്മാരെല്ലാം കോപ്പറേറ്റീവ് ആവണം, അല്ലെ? സഹകരണ മനോഭാവമുള്ളവരാവണം. കളക്റ്റീവ് സെക്യൂരിറ്റി ഈസ് ബേസ്ഡ് ഓൺ മെമ്പർ യൂണിറ്റി. അതുപോലെ തന്നെ ഓരോരുത്തരും പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവും. അത് തന്നെയാണ് അവരുടെ സെക്യൂരിറ്റി, അല്ലെ? ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു സ്പർദ്ധ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. December 20 is International Human Solidarity Day. Solidarity is central to development aid. ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെ, ഒരു രാജ്യം ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ സോളിഡാരിറ്റി ഷുഡ് ബി തയ്യാർ. ഗ്ലോബൽ സോളിഡാരിറ്റി ഇൻ ആക്ഷൻ പ്രൊവൈഡ്സ് ഡെവലപ്മെന്റ് എയ്ഡ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ബിലീഫ്. അപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റ് എയ്ഡ്, അല്ലെ? സോളിഡാരിറ്റി ഉണ്ടായാൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ എയ്ഡ്സ് ഇൻ എലിമിനേറ്റിംഗ് പോവർട്ടി ആൻഡ് ഹങ്കർ. മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിശപ്പും അതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യം ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രൊമോട്ട്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഗ്ലോബലി. എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗ്ലോബൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അല്ലെ? ഹോസ്പിറ്റൽസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു ഗ്ലോബൽ പ്രൊമോഷൻ ആണ് ഉണ്ടാവുന്നത് ത്രൂ സോളിഡാരിറ്റി. ദെൻ സ്ട്രെങ്തൻസ് ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്സ്, അല്ലെ? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സോളിഡാരിറ്റി, ഒരു യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിഫ്ലെക്ട്സ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ്. അതുകൊണ്ട് തന്നെ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അതായത് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് ഇവിടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ് ഫോർ ഗ്ലോബൽ പീസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ പ്ലീസ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. Okay, thank you once again.